ഇന്നൊരു അത്യാവശ്യ കാര്യം പറയാം. എന്താണെന്നറിയാവോ, നമുക്ക് എന്തിനും ഏതിനും അഡ്വർടൈസ്മെൻ്റ് അല്ലേ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പുളിമൂട്ടിൽ സിൽക്കിൻ്റെ, ലക്ഷ്മി സിൽക്സിൻ്റെ, അതുപോലെ തന്നെ പെരുന്നാളുകളുടെ എല്ലാം അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് ഇവരിതുപോലെ നല്ല പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള പേപ്പറുകൾ അടിച്ച് നമ്മുടെ കയ്യിൽ തരും. ഇത് ചുമ്മാ നമ്മൾ നോക്കിയിട്ട് അങ്ങോട്ട് വലിച്ചെറിയും. അങ്ങനെ വലിച്ചെറിയാതെ ഇതിന് വലിയൊരു ഉപയോഗമുണ്ട്. എന്താണെന്നറിയോ, ഞാനിപ്പോൾ എൻ്റെ ഓർച്ചാർഡിലാണ് നിൽക്കണേ. ഇതെൻ്റെ പേരമരമാണ്. പേരമരത്തിൽ എപ്പോഴും പേരക്ക ഉണ്ടല്ലോ, ഒന്നിലെ വാവൽ തിന്നും, അല്ലെങ്കിൽ കിളി തിന്നും, അല്ലെങ്കിൽ അണ്ണാൻ തിന്നും. നമുക്ക് പേരക്ക കിട്ടാറില്ല. പേരക്ക ഉണ്ടായാൽ തന്നെ ചിലപ്പം കേടുവരും. അപ്പോൾ കേട് വരാതിരിക്കാൻ എന്നാ ചെയ്യണമെന്ന് പറയാം, ഇത് പൂവാകുമ്പോൾ തന്നെ നമ്മുടെ നീമില്ലേ, ആര്യവേപ്പ്, അതിൻ്റെ ഇല പറിച്ച് 1 ലിറ്റർ വെള്ളത്തിൽ 1 പിടി തിളപ്പിക്കണം. 1/2 ലിറ്റർ ആക്കിയിട്ട് അതൊരു കുപ്പിക്കകത്താക്കി ഇങ്ങനെ കുടഞ്ഞാൽ മതി പൂവേൽ. അപ്പോൾ ഒരു വിധത്തിലും അത് കായ കേടാകാതെ നല്ല കായ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് കണ്ടോ, നല്ല കായ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച കവർ ചെയ്തതാണ്. ഇതെങ്ങനെയാണ് കവർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത്തരം പേപ്പറുകൾ ഞാൻ പറഞ്ഞല്ലോ, ഇതാവുമ്പോൾ മഴ പെയ്താൽ നശിച്ചു പോകത്തില്ല. അല്ല ന്യൂസ് പേപ്പർ, നമ്മുടെ പത്രപ്പേപ്പറൊക്കെ ആണെങ്കിൽ അത് മഴ പെയ്യുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് ഇങ്ങനെ കോണായിട്ട് എടുക്കണം. ഇങ്ങനെ കോണായിട്ട് എടുത്തിട്ട് ഒരു സ്റ്റേപ്പിളറും പേപ്പറും ഉണ്ടെങ്കിൽ കാര്യം ഓക്കെ. സ്റ്റേപ്പിളർ വെച്ചു, സ്റ്റേപ്പിൾ ചെയ്തു. അത് ഒന്ന് സ്റ്റേപ്പിൾ ചെയ്താൽ പോരാ, ഒരിക്കലും പേരയ്ക്ക വെളി കാണാത്ത പോലെ. ഇപ്പോൾ ഇതിനകത്ത് പേരയ്ക്ക ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഞാനിത് ഒരാഴ്ച മുമ്പ് ചെയ്തതാണ്. ഇതിനകത്ത് 2 പേരയ്ക്ക ഉണ്ടായിരുന്നു, 2 വിളവായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട പോലത്തെ കടിച്ച് തിന്നുന്ന ഭാഗം ഇഷ്ടമുള്ളവരുണ്ട്. ഒരു ചെറിയ പുളിമധുരം, എനിക്കതാണ് ഇഷ്ടം. പക്ഷേ പല്ലില്ലാത്തവർക്കൊക്കെ ഉണ്ടല്ലോ, പഴുത്തതല്ലേ ഇഷ്ടം. അപ്പോൾ ഒന്ന് പഴുത്തതും ഒന്ന് ആ പാകമായിരിക്കാനാണ് ചാൻസ്. ഇതൊന്ന് പതുക്കെ തുറന്ന് നോക്കാം. കറക്റ്റ് പഴുത്തത്. ഇത് കടിച്ച് തിന്നുന്ന പാകമാണ്. ഇത് വേണമെങ്കിൽ പറിക്കാം, പക്ഷെ വേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അതിനെ ഒന്നുകൂടെ എങ്ങനെയാണ് കവർ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നിവൃത്തി ഉണ്ടെങ്കിൽ ഇല പോലും പുറത്ത് വരാതെ ഇങ്ങനെ കവർ ചെയ്യണം. ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു സ്റ്റേപ്പിളർ പെണ്ണിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. പേരയ്ക്ക റെഡി. ഇനി ഇവിടെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് വേറൊരു അഡ്വർടൈസ്മെൻറ്റാണ്, ഒരു പെരുന്നാളിൻ്റെ അഡ്വർടൈസ്മെൻറ്റാണ്. ഇതിനകത്ത് ഞാൻ ഒരാഴ്ച മുമ്പ് ചെയ്തതാണ്. എങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ. കറക്റ്റ് കണ്ടോ, ഇതാണ് ഈ കടിച്ച് തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് പാകമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പേരയ്ക്ക കേടുവരാതെ പിടിച്ച് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഇതുപോലുള്ള പേപ്പറുകൾ വേസ്റ്റ് ആക്കരുത്. അപ്പോൾ ഒരു സംഗതിയും നമുക്ക് വേസ്റ്റ് ആക്കണ്ട. എല്ലാത്തിനും എന്തെങ്കിലും ഒരു ഉപയോഗം ദൈവം കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് നല്ല ഫ്രൂട്ട്സ്, ഓർഗാനിക് ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കഴിക്കാൻ സാധിക്കട്ടെ.